നന്ദു ഇതെന്ത് വിട്ടിത്തോ പറയുന്നേ? നന്ദു ആണ് കുറ്റവാളിന്ന് പോലീസിന്റെ മുന്നിൽ ഏറ്റു പറയാന്നോ? അതെ ദേവി, കാര്യങ്ങളൊന്നും ശാന്തമാവാൻ അതല്ലാതെ വേറെ മാർഗമില്ല. പോലീസിനോടും കോടതിയോടും മീഡിയയോടും ഒക്കെ ഞാൻ അങ്ങനെ പറയാൻ പോവാ. പോലീസിനെ സംബന്ധിച്ച് പ്രതിയെ പിടിക്കൽ അത്യാവശ്യമാണ്. അന്വേഷണം എങ്ങും എത്താത്തതിൽ ഗവൺമെന്റും നാട്ടുകാരൊക്കെ പോലീസിനെ കുറ്റപ്പെടുത്തുക. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ കുറ്റമേറ്റാൽ പോലീസിന് മുഖം രക്ഷിക്കാൻ പറ്റും. ഗവൺമെന്റിനും തൽക്കാലം ഒരു ആശ്വാസമാവും. മീഡിയക്കാർ മുൻ എംഎൽഎയുടെ മകൻ കൊലപാതകം എന്ന മട്ടിൽ ആഘോഷിച്ചോളും. നിനക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ സ്വസ്ഥത കിട്ടും. ശരി, നന്ദു കുറ്റം ഏറ്റെടുക്കുന്നു. അപ്പൊ മീരയുടെ യഥാർത്ഥ കൊലപാതകി അയാൾ അങ്ങ് രക്ഷപ്പെട്ടോട്ടെന്നോ? അങ്ങനൊക്കെ നോക്കാൻ പോയാ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. യഥാർത്ഥ പ്രതിയുടെ കാര്യമൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം. ഇപ്പൊ വേണ്ടത് കുടുംബത്തിനൊരു ശാന്തതയും സമാധാനവും. ഞാൻ കുറ്റം ഏറ്റെടുത്താ അതുണ്ടാവും. എന്നാ ഒരു കാര്യം ചെയ്യാം, മീരെ കൊന്നത് ഞാനാണെന്നും പറഞ്ഞ് കുറ്റം ഞാൻ ഏൽക്കാം. അതായിരിക്കും പോലീസിനും ജനങ്ങൾക്കും കൂടുതൽ വിശ്വാസമാവുന്നത്. കൊല നടന്ന ദിവസം തന്നെ ഒളിവിൽ പോയ ആളെന്നല്ലേ ഇപ്പൊ എന്നെ കാണുന്നത്. മീരയോട് എനിക്ക് ശത്രുത ഉണ്ടാവാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. അപ്പൊ എന്നെ കൊലപാതകയാക്കാൻ എളുപ്പോ? അതൊന്നും ശരിയാവില്ല. നന്ദു പറഞ്ഞതൊക്കെ ശരിയാവുമെങ്കിലേ ഞാൻ പറഞ്ഞത് ശരിയാവും. നന്ദു, ഞാനോ നന്ദോ കുറ്റം ഏറ്റെടുക്കുന്നതോ കുടുംബത്തിലെ സമാധാനവും അല്ല പ്രധാന വിഷയം. നമുക്കല്പം ബുദ്ധിമുട്ടുണ്ടായാലും മീരെ കൊന്ന ആളെ കണ്ടുപിടിക്കണം. അപ്പോഴേ എല്ലാവർക്കും പൂർണ്ണമായ സന്തോഷവും ശാന്തതയും കിട്ടും. കൊലപാതകയെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. നമുക്ക് ക്ഷമയോടെ ആ ദിവസം എത്തുന്നതും കാത്തിരിക്കാം. അതിനു മുൻപ് നന്ദു പറഞ്ഞതുപോലുള്ള നീക്കങ്ങൾ വെറും എടുത്തുചാട്ടമായിരിക്കും. അബദ്ധങ്ങളിലെ അതൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഹലോ. ഹലോ, ഞാനാ ഗൗരി. എന്താ ഗൗരി, പറ. ഇതുവരെ ഞാൻ സാറിന് ഒരു കാര്യവും പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. സാർ, മുരളേട്ടനെ അവരിതുവരെ വിട്ടയച്ചിട്ടില്ല. സാറിനറിയാലോ, മുരളേട്ടനെ ഇപ്പൊ അനുഭവിക്കുന്നതൊക്കെ ചന്ദ്രത്ത് കുടുംബത്തിന് വേണ്ടിയാ. മോളെ, നന്ദനും മുരളിയും അങ്ങനെ ഒരു വേർതിരിവുണ്ടായിട്ടുണ്ടോ? ഒക്കെ ശരിയാ. സ്വസ്ഥമായിട്ട് ഓട്ടോ ഓടിച്ച് കുടുംബം നോക്കിയ ആളെയാ ചുമ്മാ പിടിച്ചോണ്ട് പോയേക്കുന്നെ. മറ്റാർക്കും ഒരു കുഴപ്പമില്ല. കൂട്ടുകാരനെ സ്നേഹിച്ചു പോയെന്നുള്ളൊരു കുറ്റം മാത്രമേ മുരളീട്ടൻ ചെയ്തിട്ടുള്ളൂ. സാറിനും അറിയാലോ, മുരളീട്ടൻ ഇപ്പൊ പോലീസ് കസ്റ്റഡിയിലാണെന്ന്. സാർ എംഎൽഎ ആയിരുന്ന ആളല്ലേ, ആരെയെങ്കിലും സ്വാധീനിച്ച് മുരളീട്ടനൊന്ന് ഇറക്കിക്കൂടെ? ഗൗരി, കാര്യങ്ങൾ നിനക്കും അറിയാലോ. സാർ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല. നിങ്ങൾ എല്ലാവരും കൂടെ മുരളീട്ടനെ ഇറക്കിയേ പറ്റൂ. നീ പറയുന്നതൊക്കെ 100% ശരിയാണ്. ഞാൻ തന്നെ ആശ്രയമില്ലാതെ നിൽക്കുകയാണ്. നിന്റെ സങ്കടവും പരിഭവവും കേൾക്കാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. മനസ്സിലായി. നിങ്ങളെല്ലാവരും കേസിൽ നിന്ന് രക്ഷപ്പെട്ട നിലയിലാണല്ലോ ഇപ്പോ. ഇനി ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്നത് നിങ്ങൾക്ക് ആപത്തായിരിക്കും. നന്ദനെ രക്ഷിക്കാൻ നോക്കി എന്റെ ഫലം മുരളീട്ടിനിപ്പോ അനുഭവിക്കുന്നത്. അത് ഓർത്തോണം. എല്ലാം ഓർമ്മയുണ്ട് മോളെ. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കാനേ എനിക്ക് പറ്റൂ. ഞാനിപ്പോ എന്താ വേണ്ടത് അതൊന്ന് പറഞ്ഞു തരൂ. എന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. നന്ദനെ പോലെ തന്നെയാ എനിക്ക് മുരളിയും. അത് ഓർമ്മ വെച്ചോളണം. നിവൃത്തികേടുണ്ടോ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? പറ്റുമെങ്കിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.